എല്ലാ സജ്ജനങ്ങൾക്കും കൃഷ്ണമന്റെ ഭാഗവതം പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളുടെ ക്ലാസ് നയിക്കുന്നത് ഡോക്ടർ വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. ഇതുവരെ നമുക്ക് കഴിഞ്ഞത് പ്രഥമ സ്കന്ധത്തിലെ 9ാമത്തെ അധ്യായം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞത്. ഇന്ന് 10ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതരയജുഹാവ പുത്രേതി തന്മയതയാ തരവോഹിനേ സ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 10ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം അധ്യായം 10. ശൗനക ഉവാചാം ഹത്വാ സ്വരിക്തഃ പ്രധാതതായിനോ യുധിഷ്ഠിരോ ധർമ്മവതം വരിഷ്ഠഃ സഹാനുജൈ പ്രത്യവരുദ്ധ ഭോജന കഥം പ്രവർത്തക് കിമകാരശീത്തതാം. ഹത്വാ കൊന്നിട്ട്, നിഗ്രഹിച്ചിട്ട്, സംഹരിച്ചിട്ട്, സ്വരിക്തസ്പൃഥ, രിക്തം എന്ന് വെച്ചാൽ ധനം എന്നർത്ഥം, സ്പൃഥ ആഗ്രഹം, സ്വരിക്തസ്പൃഥ സ്വന്തം ധനത്തിന് വേണ്ടി ആഗ്രഹിച്ചവരായ, തങ്ങളുടേതായ ധനം ആഗ്രഹിച്ച് അപഹരിക്കുന്നവരായ ആതതായിന, ആതതായികൾ, പാപികൾ എന്നർത്ഥം. യുധിഷ്ഠിരോ, യുധിഷ്ഠിരൻ, ധർമ്മവതം വരിഷ്ഠ, ധർമ്മവാന്മാരിൽ വെച്ച് വരിഷ്ഠൻ, ഉത്കൃഷ്ടൻ, ശ്രേഷ്ഠനായ യുധിഷ്ഠിരൻ, സഹ അനുജൈഹി, അനുജന്മാരോടൊപ്പം, ധർമ്മവതാം വരിഷ്ഠ യുധിഷ്ഠിര ആതതായിനഃ ഹത്വ, ആതതായികളായ ദുര്യോധനാദികളെ നിഗ്രഹിച്ചു. എന്തിനാണ്? സ്വരിക്തസ്പൃഥ, തന്റെ രാജ്യധനത്തിൽ അത്യധികമായ കൊതി പൂണ്ട് അത് അപഹരിക്കാൻ ശ്രമിച്ച ദുര്യോധനാദികളായ മഹാപാപികളെ യുധിഷ്ഠിരൻ ധാർമ്മികമായ കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിക്കുന്ന യുധിഷ്ഠിരൻ കൊന്നിട്ട് അനുജന്മാരോടൊപ്പം പ്രത്യവരുദ്ധ ഭോജന, വീണ്ടും തടയപ്പെട്ട ഭോജനങ്ങൾ, ഭോജനം, അനുഭവങ്ങൾ, തങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട, തങ്ങൾക്ക് തടയപ്പെട്ട രാജ്യാനുഭവത്തെ, പ്രത്യവരുദ്ധ ഭോജന യുധിഷ്ഠിര കഥം പ്രവൃത്ത, എങ്ങനെയാണ് പ്രവർത്തിച്ചത്? കിം അകാരശീത് തതഃ, കിം അകാരശീത് തതഃ, കിം അകാരശീത്, എന്ത് ചെയ്തു? തതഃ അനന്തരം, പിന്നീട് കിം അകാരശീത്, എന്താണ് ചെയ്തത്? ശൗനകാദികളായ ഋഷിമാർ സൂതനോട് ചോദിച്ചതാണ്. ദുര്യോധനാദികളായ മഹാപാപികളെ ധർമ്മമനുഷ്ഠിക്കുന്നതിൽ വെച്ച ഉത്കൃഷ്ടനായ ധർമ്മപുത്രനായ യുധിഷ്ഠിരൻ നിഗ്രഹിച്ചിട്ട് അനുജന്മാരോടൊപ്പം തങ്ങൾക്ക് അനുഭവത്തിനു വേണ്ടി തടയപ്പെട്ട രാജ്യത്തെ
അനുഭവിച്ചുകൊണ്ട് എന്തു ചെയ്തു, എന്താണ് പ്രവർത്തിച്ചത്, എന്തൊക്കെ കർമ്മങ്ങളാണ്, കാര്യങ്ങളാണ് രാജ്യത്ത് ചെയ്തത്, എന്തുതരം പ്രവർത്തികളാണ് പിന്നീട് പ്രവർത്തിച്ചത്. യുദ്ധാനന്തരം രാജ്യം കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ എന്തു ചെയ്തു എന്ന് ഒരു വാക്യത്തിൽ ചോദിക്കാനുള്ള ചോദ്യമാണ്. അത് അവരെ കൊല്ലാനുള്ള കാരണം ഒറ്റ വാക്കിൽ പറഞ്ഞു, സ്വരിക്തസ്പൃഥ. തങ്ങൾക്ക് കൂടി അനുഭവിക്കേണ്ട ധനമാകുന്ന സമ്പത്താകുന്ന രാജ്യത്തിൽ സ്പൃഥയുണ്ടായിട്ട് അത്യാഗ്രഹം കൊണ്ട് അതിനെ അപഹരിക്കാൻ ശ്രമിച്ചവരായ ദുര്യോധനാദികളായ ആതതായികൾ യുധിഷ്ഠിരൻ കൊന്നിട്ട് അനുജന്മാരോടൊപ്പം തങ്ങൾക്ക് ചിരകാലമായി തടയപ്പെട്ട പ്രത്യവരുദ്ധ ഭോജനം, വള്ളക്കാലമായി തങ്ങൾക്ക് തടയപ്പെട്ട രാജ്യം എന്നുള്ള അനുഭവത്തെ അനുഭവിച്ച് കഥം പ്രവർത്ത, എങ്ങനെ പ്രവർത്തിച്ചു, എങ്ങനെ കഴിഞ്ഞുകൂടി, കിം അകാരുഷിത്തത, പിന്നീട് എന്തു ചെയ്തു എന്നാണ് ചോദ്യം. യുധിഷ്ഠിരോ ധർമ്മപദം വരിഷ്ഠ സഹാനുജേ പ്രത്യവരുദ്ധ ഭോജന കഥം പ്രവർത്തക്യമകാരഷീത്തതാം. ഹത്വാ സ്വരിക്തസ്പൃഥാതതായിനോ യുധിഷ്ഠിരോ ധർമ്മപദം വരിഷ്ഠം സഹാനുജേ പ്രത്യവരുദ്ധ ഭോജന കഥം പ്രവർത്തക്യമകാരഷീത്തതാം. ഹത്വാ സ്വരിക്തസ്പൃഥാതതായിനോ യുധിഷ്ഠിരോ ധർമ്മപദം വരിഷ്ഠം സഹാനുജൈ പ്രത്യവരുദ്ധ ഭോജന കഥം പ്രവർത്തക്യമകാരഷീത്തതാം. ഹത്വാരോ സ്വരിക്തസ്പൃഥാതതായിനോ യുധിഷ്ഠിരോ ധർമ്മപദം വരിഷ്ഠ സഹാനുജൈ പ്രത്യവരുദ്ധ ഭോജന കഥം പ്രവർത്തക്യമകാരഷീത്തതാ. സൂതവാച. ഈ ഒരു ചോദ്യത്തിൽ മറുപടിയായിട്ട് സൂതൻ ബാക്കി കഥ പറയുന്നു. വംശം കുരോർവംശദവാഗ്നിർഹൃതം സംരോഹയിത്വാ ഭവഭാവനോ ഹരി നിവേശയിത്വാ നിജരാജ്യൈശ്വരോ യുധിഷ്ഠിരം പ്രീതമനാ ബഭൂവഃ. വംശം കുരോഹ, കുരോഹ വംശം, കുരുവിന്റെ വംശത്തെ, വംശദേവാഗ്നി നിർഹൃതം, വംശമാകുന്ന കാട്ടുതീയിൽ, ദേവാഗ്നി കാട്ടുതീ, വംശദേവാഗ്നി വംശമാകുന്ന കാട്ടുതീയിൽ നിർഹൃതം ദഹിപ്പിക്കപ്പെട്ട, നിർഹരിക്കപ്പെട്ട, ദഹിപ്പിക്കപ്പെട്ട, വംശമാകുന്ന കാട്ടുതീയിൽ ദഹിപ്പിക്കപ്പെട്ട കുരോഹ വംശം, കുരുവംശത്തെ സംരോഹയിത്വ, മുളപ്പിച്ചിട്ട്, കിളിർപ്പിച്ചിട്ട്, സംരോഹയിത്വ ഭവഭാവനോ ഹരി, ഈ സംസാരത്തെ മുഴുവൻ ഭാവന കൊണ്ട് സൃഷ്ടിച്ചവനായ ഭഗവാൻ, ഭവഭാവനായ, ഭവം സംസാരം, സംസാരത്തെ ഭാവന കൊണ്ട് ഉണ്ടാക്കുന്നവനായ ഹരി, ഭവഭാവനോ ഹരി. നിവേശയിത്വ, പ്രവേശിപ്പിച്ചിട്ട്, നിവേശയിത്വ പ്രവേശിപ്പിച്ചിട്ട്, നിജ രാജ്യേ തന്റെ രാജ്യത്തിൽ, ഈശ്വരോ ഹരി ഈശ്വരനായ ഭഗവാൻ തന്റെ രാജ്യത്തിൽ പ്രവേശിപ്പിച്ചിട്ട്, യുധിഷ്ഠിരം പ്രീതമനാ ബഭൂവഃ, യുധിഷ്ഠിരൻ പ്രീതമനസ്കനായി ഭവിച്ചുപോലും, പ്രീതമനാഹ മനസ്സ് പ്രീതിയുള്ളവനായി, ബഭൂവ ഭവിച്ചു, ഹ തീർച്ചയായി കാണിക്കാൻ, ഭവിച്ചു എന്നുള്ള ഉറപ്പാണ് കാണിക്കാൻ. യുധിഷ്ഠിരം പ്രീതമനാ ബഭൂവ, യുധിഷ്ഠിരൻ എന്ത് ചെയ്തു? യുധിഷ്ഠിരൻ സന്തുഷ്ടനായി. എന്താണ് സന്തുഷ്ടനാവാൻ കാരണം? സാക്ഷാൽ ഭഗവാനാണ് രാജ്യത്തിലേക്ക് പ്രവേശിപ്പിച്ചത്. എങ്ങനെയുള്ളതാണ് രാജ്യം? കാട്ടുതീയിൽ വെന്ത് നശിച്ച ഒരു രാജ്യമാണ് ഇപ്പൊ തനിക്കുള്ളത്. അതിൽ ചില മുളപ്പുകൾ ഭഗവാൻ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെയാണ് ഈ രാജ്യം അനുഭവിക്കാൻ യുധിഷ്ഠിരന് കഴിഞ്ഞത്.
കാരണം പാണ്ഡവരിൽ ഇവരെ 5 പേരേ ഉള്ളൂ. കൗരവരിൽ ഒരാളോ 2 പേരോ പേരുള്ളൂ. ബാക്കി ആരുമില്ല. ആരെ ഭരിക്കാനാണ്? രാജ്യം ഭരിക്കാനാണ് ഇനിയും യുധിഷ്ഠിരൻ പോകേണ്ടത്. രാജ്യത്തിൽ ആരില്ല? വേണ്ട വിധത്തിലുള്ള പ്രജകളില്ല, ഐശ്വര്യമില്ല, സമ്പത്തില്ല, വൃക്ഷങ്ങളില്ല, ഒന്നുമില്ല. മരുഭൂമി പോലെ കിടക്കുന്ന രാജ്യം. അത് വംശദവാഗ്നി നിർഹൃതമാണ്. വംശമാകുന്ന കാട്ടുതീയിൽ ദഹിക്കപ്പെട്ടതാണ്. അങ്ങനെയുള്ള കുരുവംശത്തെ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച, ലോകത്തിന്റെ അഭിവൃദ്ധിയെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവനായ ഭഗവാൻ അവിടെയൊക്കെ സന്താന സമൃദ്ധികളെയും വൃക്ഷങ്ങളെയും യജ്ഞങ്ങളെയും ഒക്കെ ധാരാളം സമർത്ഥമാക്കി ഉണ്ടാക്കി കൊടുത്തിട്ട് യുധിഷ്ഠിരനെ അതിലേക്ക് പ്രവേശിപ്പിച്ചു. അങ്ങനെ യുധിഷ്ഠിരൻ രാജ്യഭാരം നിർവഹിക്കാൻ തയ്യാറായി. എന്ന് യുധിഷ്ഠിരന് നഷ്ടപ്പെട്ട രാജ്യത്തെ എങ്ങനെ തിരിച്ചു കിട്ടി, അതിലെങ്ങനെ രാജ്യഭരണം നിർവഹിച്ചു എന്ന ഒരു ശ്ലോകം കൊണ്ട് വ്യക്തമാക്കി. വംശം പുരോർവംശദവാഗ്നിർഹൃതം സംരോഹയിത്വാ ഭവഭാവനോഹരി നിവേശയിത്വാ നിജരാജ്യൈശ്വരോ യുധിഷ്ഠിരം പ്രീതവനാ ബഭൂവഃ. വംശം പുരോർവംശദവാഗ്നിർഹൃതം സംരോഹയിത്വാ ഭവഭാവനോഹരി നിവേശയിത്വാ നിജരാജ്യൈശ്വരോ യുധിഷ്ഠിരം പ്രീതമനാ ബഭൂവഃ. വംശം പുരോർവംശദവാഗ്നിർഹൃതം സംരോഹയിത്വാ ഭവഭാവനോഹരി നിവേശയിത്വാ നിജരാജ്യൈശ്വരോ യുധിഷ്ഠിരം പ്രീതമനാ ബഭൂവഃ. നിശമ്യ ഭീഷ്മോക്തകഥാച്യുതോക്തം പ്രവൃത്തവിജ്ഞാനവിധൂത വിഭ്രമഃ ശശംസഗാമിന്ദ്രൈവാജിതാശ്രയാം പരിച്ഛുപാന്താം അനുവർത്തിനാം. നിശമ്യ കേട്ടിട്ട്, ഭീഷ്മോക്തം ഭീഷ്മനാൽ പറയപ്പെട്ട, അഥ അച്യുതോക്തം അനന്തരം കൃഷ്ണനാൽ പറയപ്പെട്ടത്, അച്യുതോക്തം അച്യുതനാൽ പറയപ്പെട്ടത്, പ്രവൃത്ത വിജ്ഞാന വിധൂത വിഭ്രമ പ്രവർത്തമായ പ്രവർത്തിക്കപ്പെട്ട വിജ്ഞാന വിധൂത വിഭ്രമ വിജ്ഞാനം കൊണ്ട് വിഭ്രമങ്ങളെ വിധൂതമാക്കി പ്രവർത്തിച്ചവനായ യുധിഷ്ഠിരൻ. 2 ഉപദേശങ്ങളാണ് യുധിഷ്ഠിരനെ കേട്ടത്. ഒന്ന് ഭീഷ്മര് പറഞ്ഞ ഉപദേശം, 2 ഭഗവാൻ കൊടുത്ത ഗീതോപദേശം. ഇത് രണ്ടും ആര് കേട്ടു? യുധിഷ്ഠിരൻ. ഇത് രണ്ടും കേട്ടപ്പോ തന്റെ ആ പ്രവർത്തിച്ചതായ വിജ്ഞാനത്താൽ നശിപ്പിക്കപ്പെട്ട മോഹത്തോടു കൂടിയവനായി. ഞാൻ കർത്താവ്, ഞാൻ ഭോക്താവ് എന്നൊക്കെ യുധിഷ്ഠിരൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളെയും ഉറപ്പിച്ചു വെച്ചു. ആ 2 അവസ്ഥകളും ഇപ്പോൾ നശിച്ചുപോയി. ഞാനാണ് എല്ലാം ചെയ്യുന്നത്, ഞാനാണ് എല്ലാം അനുഭവിക്കുന്നത്. അതാണ് കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനം എന്ന് വേദാന്തം പറയും. ഈ 2 അഭിമാനത്തെ പ്രവൃത്ത വിജ്ഞാന വിധൂത വിഭ്രമ, ആ വിഭ്രമത്തെ വിധൂതം ചെയ്തു, തുടച്ചു മാറ്റി. എന്തുകൊണ്ട്? ഉപദേശം കൊണ്ട്. ഇതാണ് മനുഷ്യൻ ലോക ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടുന്ന ഒരു ഭാഗവത തത്വം. ഉപദേശങ്ങൾ ധാരാളം നമുക്ക് കേൾക്കേണ്ടി വരും. ഗുരുക്കന്മാരിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, പലരിൽ നിന്നും പല ഉപദേശങ്ങൾ കേൾക്കേണ്ടി വരും. പലയിടത്തും നല്ല കേൾക്കേണ്ടി വരുന്നത്. പല ഗുരുക്കന്മാരിൽ നിന്നും പല ഉപദേശങ്ങളൊക്കെ. ഈ ഉപദേശങ്ങളൊക്കെ കേൾക്കുന്ന എന്തിനാണ്? തനിക്ക് സംഭവിച്ച വിജ്ഞാന വിഭ്രമത്തെ മാറ്റിക്കളയാൻ. ഭൗതികമായ അറിവ് കൊണ്ട് താൻ നേടിയെടുത്ത വിജ്ഞാനത്തിന്റെ ഒരു വിഭ്രമമുണ്ട്. എന്താണ്? ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്, എന്റേതാണ് ഇതെല്ലാം, ഞാനാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്, എന്റെ ജോലി ഞാൻ ഉണ്ടാക്കിയതാണ്, ആ ജോലിയുടെ പരിണത ഫലമായി കിട്ടുന്ന ശമ്പളവും അനുഭവവും ഒക്കെ ഞാൻ തന്നെയാണ് അനുഭവിക്കുന്നത്.
നടക്കുന്നത് എന്ന്, ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മവും ഞാനാണ് ചെയ്യുന്നതെന്നും അതിന്റെ ഫലം ഞാനാണ് അനുഭവിക്കുന്നതും നമ്മളിൽ തന്നെ ആവിഷ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന പേരാണ് വിജ്ഞാന വിഭ്രമം. അതിനെന്ത് ചെയ്തു? മാറ്റിക്കളയാം. യുധിഷ്ഠിരൻ ഈ രണ്ട് ഉപദേശം കൊണ്ട് അത് മാറ്റിക്കളയും. നമ്മൾക്കും ഉപദേശം കൊണ്ട് മാറ്റിയെടുക്കേണ്ടത് ഞാൻ 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 എന്നുള്ള അഹന്തയുടെ അഭിമാനത്തിന്റെ ഭാവത്തെ മാറ്റിക്കളയണം. ഇത് ഞാനല്ല ചെയ്യുന്നത്, എന്നെ കൊണ്ട് ഈശ്വരൻ ചെയ്യിക്കലാണ്. ഇതിന്റെ ഫലവും എനിക്കല്ല, ഈശ്വരന് വിട്ടുകൊടുക്കാനുള്ളതാണ്. ഈ രണ്ട് ചിന്ത രൂഢമായി തീർന്നാൽ മനസ്സിൽ പിന്നെ വിഭ്രമങ്ങൾ ഉണ്ടാവില്ല. അത് ഉപദേശം കൊണ്ട് വേണം ഇത് നേടിയെടുക്കാൻ. ഈ അറിവില്ലായ്മ നശിച്ചു. പ്രവൃത്ത വിജ്ഞാന വിധൂത വിഭ്രമ ശശാഫ, ഭരിച്ചു എന്നാണ് ഇവിടെ അർത്ഥം. ശാഫിച്ചു എന്നുള്ളതിവിടെ ഭരിച്ചു എന്നർത്ഥം. ഗാം, ഭൂമിയെ, ഇന്ദ്രൈവ, ഇന്ദ്രനെ പോലെ, ഇന്ദ്രന് സ്വർഗലോകം ഭരിക്കുന്നത് പോലെ യുധിഷ്ഠിരൻ ഭൂമിയെ ഭരിച്ചു. ഇപ്പോൾ ഭൂമി സ്വർഗം പോലെയായി. ആരുണ്ടായപ്പോൾ? ഭഗവാൻ കൂടെ വന്നപ്പോൾ. അതാണ് ഓർക്കേണ്ടത്. നമ്മുടെ വീട് സ്വർഗമാക്കാം ആര് കൂടെ ഉണ്ടെങ്കിൽ? ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ. ഭഗവാൻ കൂടെ ഇല്ലെങ്കിൽ വീട് എന്താകും? നരകമാകും. ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്നു. ഇഷ്ടംപോലെ ബന്ധുക്കളുണ്ട്, ഇഷ്ടപ്പെട്ട ഭാര്യയുണ്ട്, ഇഷ്ടപ്പെട്ട ഭർത്താവുണ്ട്, മക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. പക്ഷെ വീട് എന്താണ്? നരകതുല്യമാണ്. ആരാ ഇല്ലാത്തത്? ഭഗവാൻ ഇല്ലാത്തത്. ഇവരൊക്കെ ഉള്ളപ്പോഴും ഭഗവാനാണ് കൂടെ ഉള്ളതെങ്കിൽ വീട് സ്വർഗതുല്യമാണ്. യുധിഷ്ഠിരന് ഇപ്പോൾ ഒന്നുമില്ലാത്ത തരിശുഭൂമിയായ മരുഭൂമിയായ ഈ രാജ്യം സ്വർഗം പോലെ തോന്നിച്ചത് ഭഗവാന്റെ സാന്നിധ്യം കൂടെ ഉള്ളത് കൊണ്ടാണ്. ഇതൊക്കെ തത്വങ്ങളാണ് ഭാഗവതം പഠിപ്പിക്കാൻ പറ്റുക. നിത്യജീവിതത്തിൽ നരകയാതന അനുഭവിക്കാതെ ജീവിതം സ്വർഗം പോലെ എന്ത് ചെയ്യാൻ പറ്റും? ആസ്വദിക്കാൻ പറ്റും. ആര് കൂടെയുണ്ടെങ്കിൽ? ഭഗവാൻ. ശശാഫ ഗാം ഇന്ദ്രൈവ അജിതാശ്രയ, അജിതനായ ഭഗവാനെ ആശ്രയിച്ചത് കൊണ്ട് അജിതാശ്രിതനായ യുധിഷ്ഠിരൻ ഗാം ശശാഫ. അജിതൻ ഭഗവാനാണ്, വിഷ്ണുവാണ്. ഭഗവാനെ ആശ്രയിച്ചവനായ യുധിഷ്ഠിരൻ ഗാം ശശാഫ, ഭൂമിയെ ഭരിച്ചു. ഏതുപോലെ? ഇന്ദ്രൈവ, ഇന്ദ്രനെ പോലെ. പരിധി ഉപാന്താം അനുജ അനുവർത്തിത, പരിധ്യുപാന്താം അനുജാനുവർത്തിത. പരിധി ഉപാന്താം, പരിധി എന്ന് വെച്ചാൽ രാജ്യത്തിന്റെ അതിര്. അത് ഉപാന്തം സമുദ്രമാണ്. സമുദ്രം രാജ്യത്തിന്റെ അതിർത്തിയോട് കൂടിയവനായ യുധിഷ്ഠിരൻ. ഉപാന്തം സമുദ്രം, രാജ്യത്തിന്റെ അതിർത്തി സമുദ്രമാണ്. എന്നുവെച്ചാൽ ഭൂമണ്ഡലം മുഴുവനും യുധിഷ്ഠിരൻ ഭരിച്ചു എന്ന്. രാജ്യത്തിന് ഭൂമിയുടെ 4 അതിരുകൾ സമുദ്രങ്ങളാണ്. സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ് ഭൂമി. അതുകൊണ്ട് ഭൂമിയുടെ 4 അതിരുകൾ 4 സമുദ്രങ്ങളാണ്. യുധിഷ്ഠിരൻ രാജ്യം ഭരിക്കുമ്പോൾ, ഭൂമി ഒറ്റയ്ക്ക് ഭരിക്കുമ്പോൾ ഭൂമിയുടെ അതിര് ഇവിടെയല്ല, ഒരു നദിയല്ല, ഒരു പർവ്വതമല്ല, അല്ലെങ്കിൽ ഒരു സ്ഥലമല്ല എന്നൊക്കെ അതിര് അങ്ങനെയാണ്. അങ്ങനെ അവിഭക്തമായ രാജ്യം മുഴുവനും ഒറ്റയ്ക്ക് ഭരിക്കാൻ സാധിച്ചു യുധിഷ്ഠിരനെ. പരിധി ഉപാന്താം അനുജ അനുവർത്തിന, അനുജന്മാരോട് കൂടി, അനുജന്മാരെ അനുവർത്തിച്ചുകൊണ്ട്, അനുജന്മാരോട് കൂടെ നിന്നുകൊണ്ട് സമുദ്രം വരെയുള്ള ഭൂമിയെ ഭീമ അർജുനാദികളായ അനുജന്മാരോട് കൂടി ചേർന്നുകൊണ്ട് ധർമ്മപുത്രൻ ഗുരു ഉപദേശത്താലും അവരുടെ ഉപദേശങ്ങൾ കേട്ടതുകൊണ്ടും ഒരു ജീവൻ മുക്തനെ പോലെ ജീവിച്ചിരിക്കുമ്പോൾ മുക്തി അടയുന്നവനാണ്. ഇത് ഉപേക്ഷിച്ചവൻ. ഏത്? ഞാനെന്നും എൻ്റെ എന്നുള്ള കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനം ഉപേക്ഷിച്ചവനായ ധർമ്മപുത്രൻ ഒരഭിമാനവുമില്ലാതെ രാജ്യത്തെ സുഖമായി സ്വർഗതുല്യം രക്ഷിച്ചു. ഒരു രാജ്യം ഭരിക്കുന്ന ഒരൊറ്റ ശ്ലോകം കൊണ്ട് ഒരു വീട് ഭരിക്കാൻ എങ്ങനെ വേണം എന്ന് അതിമനോഹരമായ വ്യാസം നമ്മെ പഠിപ്പിച്ചില്ല. ഇതാണ് ഭാഗവതം പഠിക്കുമ്പോൾ അതിന് കിട്ടേണ്ട ഏറ്റവും വലിയ ജീവിത ഉപദേശങ്ങൾ. ഇതാണ്
യുധിഷ്ഠിരനെ സംബന്ധിച്ച് ഈ രാജ്യം മരുഭൂമി പോലെയുള്ളതായിരുന്നു. നമ്മളെ വീടതല്ല. നമ്മൾ ധാരാളം സമ്പത്തുണ്ടാക്കി, എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി, വീടിന്റെ ചുറ്റും എല്ലാ വിധത്തിലുള്ള സസ്യങ്ങളും ചെടികളും കൃഷികളും കൊണ്ട് സമ്പന്നമാക്കിയിരിക്കുകയാണ്. എന്നിട്ടോ നമ്മൾ ഭരിക്കേണ്ട പ്രജകളൊക്കെ നമ്മുടെ കൂടെയുണ്ട്. ഭാര്യ, ഭർത്താവ്, മക്കൾ, ബന്ധുക്കൾ, ജോലിക്കാർ, ഇവരെല്ലാം നമ്മുടെ കൂടെയുണ്ട്. ഇങ്ങനെയുള്ള ഒരു വീട് ഓരോ ദിവസവും ദുഃഖാനുഭവം കൊണ്ട് നരകതുല്യമായി കഴിച്ചു കൂട്ടുന്നവരാണ് ഇന്നത്തെ അധികം മനുഷ്യർ. അവിടെയാണ് ഈ ശ്ലോകത്തിന്റെ പ്രസക്തി. എന്താ കാരണം? ഭഗവാൻ കൂടെ ഇല്ലാത്തതുകൊണ്ടാണ്. ഭഗവാനെ ഒരു പൂജമുറിയിൽ ഒരു കോണിൽ അടച്ച് സൂക്ഷിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കിയൊന്നും അദ്ദേഹത്തിന് പ്രവേശനമില്ല. അതേ സമയത്ത് സകല സ്ഥലത്തും ഭഗവാന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നാൽ ആ വീട് സ്വർഗം പോലെ സുഖമായി അനുഭവിക്കാം. ഈ സ്വർഗ സുഖാനുഭവം മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്, ചുറ്റുമുള്ളതല്ല. അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? നമ്മൾ സങ്കല്പം മാറ്റിയാൽ മതി. ഭഗവാൻ ഉള്ളിലുണ്ടെങ്കിൽ ഇതൊക്കെ എനിക്ക് സുഖമാണ് തരുന്നത്, ആരോടും ഒരു പരാതിയില്ല, കംപ്ലൈന്റ് ഇല്ല, ഒരു ദോഷം പറയില്ല, ദൂഷ്യം പറയില്ല, ആരെക്കുറിച്ചും ഒരു പരിഭവമില്ല, ഉള്ളത് സുഖമായി അനുഭവിച്ചു കൊണ്ടുപോകാനുള്ള മനസ്സുണ്ടാകണമെങ്കിൽ ഞാനാണെന്നും അനുഭവിക്കുന്ന ഞാനാണ് ചെയ്യുന്നുള്ള ഭാവനകളെ മാറ്റിയെടുക്കണം. അതിനാണ് ഉപദേശം. അപ്പൊ നമുക്ക് വാസ്തവത്തിൽ എന്നും ഉപദേശം വേണ്ടി വരും. യുധിഷ്ഠിരനെ സംബന്ധിച്ച് ഒരിക്കൽ ഗീതോപദേശം കേട്ടു, ഒരിക്കൽ ഭീഷ്മോപദേശം, ഇത്ര മതിയായിരുന്നു. നമുക്കിത് എല്ലാ ദിവസവും ആരെങ്കിലും കൂടെ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. അത് നമ്മൾ വിട്ടുപോകും. അങ്ങനെയുള്ള 2 ഗുരുപദേശങ്ങളെ കൊണ്ട് മരുഭൂമി തുല്യമായ രാജ്യത്തെ ഇന്ദ്രൻ സ്വർഗം ഭരിക്കുന്നത് പോലെ അനുജന്മാരോട് ചേർന്ന് സമുദ്രപര്യന്തമായ ഭൂമി മുഴുവൻ യുധിഷ്ഠിരൻ സുഖമായി അനുഭവിച്ചു. ഒരൊറ്റ ശ്ലോകത്തിൽ എങ്ങനെയാണ് യുധിഷ്ഠിരൻ രാജ്യം ഭരിച്ചതെന്ന ചോദ്യത്തിന് മറുപടി വ്യാസൻ വിദഗ്ധമായി ഒരുക്കി വെച്ചത് നമ്മൾക്ക് കൂടി പാഠമാകാൻ വേണ്ടിയിട്ടാണ്. നിശമ്യ ഭീഷ്മോക്തമഥച്യുതോക്തം പ്രവൃത്ത വിജ്ഞാന വിധൂത വിഭ്രമ ശശാസഗാമിന്ദ്രൈവ അജിതാശ്രയാം പരിച്ഛുപാന്താമനുജാനുവർത്തിതാം. നിശമ്യ ഭീഷ്മോക്തമഥച്യുതോക്തം പ്രവൃത്ത വിജ്ഞാന വിധൂത വിഭ്രമ ശശാസഗാമിന്ദ്രൈവ അജിതാശ്രയാ പരിച്ഛുപാന്താമനുജാനുവർത്തിതാ. നിശമ്യ ഭീഷ്മോക്തമഥച്യുതോക്തം പ്രവൃത്ത വിജ്ഞാന വിധൂത വിഭ്രമ ശശാസഗാമിന്ദ്രമിവാചിതാശ്രയാം പരിച്ഛുപാന്താം അനുജാനുവർത്തിതാം. ഇനിയും കുറെ ശ്ലോകത്തിൽ രാജ്യത്തിന് ഭൗതികമായ സമൃദ്ധികൾ എങ്ങനെയാണ് എന്ന് കാണിക്കാനുള്ളൂ. കാമം വവർഷപർജന്യ സർവകാമദുഃഖാമഹീ ഫിഷിജുസ്മ പ്രജാൻഗാവ പയസോധസ്വതീർമുദാം. കാമം വവർഷപർജന്യ, പർജന്യ മേഘം, കാമം ഇഷ്ടാനുസരണം, വവർഷ വർഷിച്ചു, മഴ പെയ്ച്ചു. ഭൂമി കാമം പോലെ വേണ്ട വിധത്തിൽ മഴ പൊഴിച്ചു. അവിടെയാണ് കുഴപ്പം. വേണ്ടാത്ത സമയത്ത് മഴ കിട്ടുക, വേണ്ടപ്പോ മഴ കിട്ടാതിരിക്കുക, ഒരു ഫലമില്ല. മേഘമുണ്ട്, മഴയുണ്ട്, മഴയ്ക്ക് ഒരു കുറവില്ല. പക്ഷെ നമുക്ക് വേണ്ട സമയത്തല്ല മഴ കിട്ടും. നമുക്ക് മഴ കിട്ടേണ്ടത് കൃഷിയുടെ വിഭവങ്ങളെ സമ്പന്നമാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനനുകൂലമായ സാഹചര്യത്തിൽ മഴയുണ്ടായാൽ, ഇപ്പൊ കൃഷി ഇറക്കിക്കഴിഞ്ഞ് അത് കിളുത്ത് പാകമായി വരാൻ അപ്പം മഴ വേണം. അതിന്റെ ഫലം എടുക്കുമ്പോൾ മഴ ആവശ്യമില്ല. ഇതുപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ ആ യുധിഷ്ഠിരന്റെ രാജ്യത്ത് മേഘം വേണ്ടതുപോലെ മഴ പൊഴിച്ചു. സർവകാമദുഃഖാമഹി, ഭൂമി എല്ലാ കാമങ്ങളെയും കറന്നു കൊടുത്തു. കാമദുഃഖ, കാമത്തെ കറന്നു കൊടുക്കുക. ദുഃഖ എന്ന് വെച്ചാൽ ദോഹനം ചെയ്യുക, കറക്കുക. ഭൂമി എല്ലാ ആഗ്രഹങ്ങളെയും യുധിഷ്ഠിരനെ കറന്നു കൊടുത്തു. അവിടെ കറക്കുക എന്നുള്ള വാക്കുപയോഗിച്ചത് ബുദ്ധിപൂർവമാണ്. ഭൂമിയിൽ നിന്ന് വിഭവങ്ങൾ കറന്നെടുക്കണമെങ്കിൽ ഭൂമിയിൽ കൃഷി ചെയ്യണം, അല്ലാതെ പറ്റില്ല. പശുവിനെ കറന്ന് പാലെടുക്കണമെങ്കിൽ പശുവിന് പുല്ലും വെള്ളവും കൊടുത്ത് അതിനെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ പാല് കിട്ടില്ല.
ഒന്നും കൊടുക്കാതെ ഒരു ഉണക്ക പശുവിന് എടുക്ക ചെന്ന് പാല് കിട്ടുമോ? കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് കറന്നെടുക്കണമെങ്കിൽ സംരക്ഷിച്ചിട്ടേ കറന്നെടുക്കണം. ഇവിടെ യുധിഷ്ഠിരൻ ഭൂമിയെ സംരക്ഷിച്ചിട്ട് ഭൂമിയിൽ നിന്നും കറന്നെടുത്തു വിഭവങ്ങൾ. അതുകൊണ്ടാണ് സർവകാമ ദുഃഖ മഹി, സർവകാമങ്ങളെയും ഭൂമി കറന്നു കൊടുത്തു. ഫിഷിച്ചു സ്മ വ്രജൻഗാവ, ഗാവ പശുക്കൾ, വ്രജാൻ വ്രജങ്ങളെ, വ്രജങ്ങൾ ഗോകുലങ്ങൾ, പശുവിനെ കിട്ടുന്ന സ്ഥലത്തിന്റെ പേരാണ് തൊഴുത്ത് എന്നൊക്കെ നമ്മൾ പറയും. അതാണ് വ്രജം. ഗാവഹ ഗോക്കൾ, പശുക്കൾ. പയഫ ഊഥസ്വതീഹി മുദ, പയഫോഥസ്വതീർ മുദ, പയഫ ഊഥസ്വതീഹി മുദ എന്ന് 3 വാക്കാണ്. പയഫ പാലുകൊണ്ട്, ഊഥസ്വതി എന്ന് വെച്ചാൽ അകിട് വീർത്തു നിൽക്കുന്ന, ഊഥഫ് എന്ന് വെച്ചാൽ അകിട, ഊഥസ്വതീഹി അകിട് വീർത്തു നിൽക്കുന്ന ഗാവഹ പശുക്കൾ, പയഫ പാലുകൊണ്ട്, മുദ സന്തോഷത്തോടെ, വ്രജാൻ തൊഴുത്തുകളെ ഗോഷ്ഠങ്ങളെ, ഫിഷിച്ചു സ്മ സേചനം ചെയ്തു ഒഴുക്കി കൊടുത്തു. പാല് ഉണ്ടാകാനുള്ള വൈഷമ്യങ്ങൾ ഇന്നേറെ നമ്മൾ അനുഭവിക്കുന്നതാണ്. അതുകൊണ്ട് പശുവിൽ നിന്ന് പാല് വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ യാന്ത്രികമായി മേശപ്പുറത്ത് ഒരു പാലുണ്ടാക്കി കഴിക്കുന്നവരായി മാറിയിരിക്കുകയാണ്. കാരണം പശുവിന്റെ അകത്തിൽ പാലുണ്ടാകണമെങ്കിൽ പശുവിന് വേണ്ട വിധത്തിലുള്ള പുല്ലും വെള്ളവും കൊടുത്ത് വേണ്ടതുപോലെ സംരക്ഷിക്കണം. സംരക്ഷിച്ചാൽ പോരാ, അതിൻ്റെ അകത്തിൽ പാല് നിറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. ആ പാല് ചുരത്തിത്തരണം. ചുരത്തിത്തരാനുള്ള ഒരു ചേതോവികാരം പശുവിനുണ്ടാവണം. അതിന് പശുവിനെ സ്നേഹിക്കണം, ലാളിക്കണം. അപ്പോൾ മാത്രമേ അത് പാല് ചുരുത്തി തരികയുള്ളൂ. ഈ വിഷമങ്ങളൊക്കെ വന്നപ്പോൾ ഇതൊന്നും വേണ്ടെന്ന് വെച്ചു. പശുവിന് ഇപ്പൊ നമ്മൾ ചാക്ക് കണക്കിന് ഫുഡ് എവിടുന്നെങ്കിലും മേടിച്ചു കൊടുക്കാം. ചുരുത്തി തരുന്ന പ്രശ്നം അതിനെ ലാളിക്കൊന്നും വേണ്ട, അതിനെ തല്ലുകയോ അടിക്കുകയോ ഒക്കെ ചെയ്തതിനും കുഴപ്പമൊന്നുമില്ല. യാന്ത്രികമായി അതിൽ നിന്നും പരിശുദ്ധമല്ലാത്ത പാല് വന്നുകൊണ്ടേയിരിക്കും. ഇതുകൊണ്ട് നമ്മൾ സംതൃപ്തരാണ്. എന്തെന്ത് വിഷയങ്ങളാണെങ്കിൽ ആണ് ഭാഗവതം പഠിപ്പിക്കാൻ പുറപ്പെട്ടത്. വേദാന്തമാണ് ഭാഗവതം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും ഭക്തിയാണ് വേദാന്തം മാറ്റി വയ്ക്കുമ്പോഴും അതിൽ നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടുന്ന ഒരു ജീവിതചര്യകളെ അതിമനോഹരമായി വ്യാസൻ വരച്ചു കാണിക്കും. അപ്പം വേണ്ട വിധത്തിൽ ഇന്ദ്രന് മഴ പൊഴിച്ചു. ഭൂമി ഇഷ്ടാനുസരണം പുല്ലും ചെടികളും സസ്യങ്ങളും കിളിർപ്പിച്ച് ഭൂമിയെ സമ്പന്നമാക്കി. അപ്പോൾ പശുക്കൾ അകിട് വീർത്ത പശുക്കളായി. ആ പശുക്കൾ സന്തോഷത്തോടെ മുദാ ശിക്ഷിച്ചു. സന്തോഷമുണ്ടെങ്കിലേ ചുരത്തി തരികയുള്ളൂ, അല്ലെങ്കിൽ തരില്ല. പെട്ടെന്ന് പാലെ പിൻവലിക്കും. നമ്മൾ തല്ലും അടിയും കമ്പും കൊണ്ടൊക്കെ അടുത്ത് കിട്ടില്ല. അതൊന്ന് സന്തോഷിക്കണം. അവസാനം അതിൻ്റെ എന്താണ്, ആ തല നമ്മുടെ ദേഹത്തോട് ചേർത്ത് വെച്ച് നമ്മളൊന്ന് തലോടി, സ്നേഹത്തിന്റെ വാത്സല്യ തലോട്. അത് കിട്ടുമ്പോൾ അത് പാല്. ഇങ്ങനെയൊക്കെയായിരുന്നു പണ്ട് പശുവിനെ കടന്നുകൊണ്ടേയിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും അല്ല എന്നുള്ളതുകൊണ്ട് പ്രസക്തമല്ലെങ്കിലും ഭാഗവതം നഷ്ടപ്പെട്ടു പോകാൻ ഉണ്ടായ വിഷയങ്ങൾ വീണ്ടും വീണ്ടെടുക്കാൻ നമ്മളെ ഓർമ്മിപ്പിക്കാം. ഇതൊക്കെ നഷ്ടപ്പെടുമെന്ന് വ്യാസൻ അറിയാം. അതുകൊണ്ടാണ് ഇന്ന് ഇതിന് ഏറെ പ്രസക്തി വരേണ്ട. ഇന്നല്ല ഏത് കാലത്തും ഇങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് പയഫാം ഊഥസ്വതീഹി ഗാവഹ, അകിട് വീർത്ത പശുക്കൾ, പയഫ പാലുകൊണ്ട്, മുദ വ്രജാൻ ശിക്ഷിച്ചു സ്മ സന്തോഷത്തോടെ ആ വ്രജങ്ങളെ സേചനം ചെയ്തുവല്ലോ. ഗോശാലകളെയെല്ലാം പാലുകൊണ്ടൊഴുക്കി. ആരെ? ഗോക്കൾ. നോക്കൂ, പാലുകൊണ്ട് ഗോശാലകളെ ഒഴുക്കുകയാണ് അവിടെ ഗോക്കൾ ചെയ്തത്. അതിന് കാരണം എന്താണ്? ഭൂമി സർവകാമദുഃഖായി. ഭൂമിയിൽ നിന്നും ധാരാളം പുല്ലുകൾ, ചെടികൾ, ഔഷധമൂല്യമുള്ള പുല്ലുകൾ ധാരാളം ഭൂമിയിൽ നിന്ന് കിട്ടും.
അത് കിട്ടാൻ കാരണം എന്താണ്? വേണ്ട സമയത്ത് മഴ പൊഴിച്ചു മേഘം. അതുകൊണ്ട് അതാണ് കാമം വവർഷപർജന്യ സർവകാമദുഃഖാമഹി. അങ്ങനെ ആയാൽ ഊഥസ്വതീഹി ഗാവഃ മുദാ പയഫ വ്രജാൻ സൃഷ്ടുസ്മ. പയഫ ഊഥസ്വതീഹി പയഫോഥസ്വതീഹി. ഒന്നിച്ച് വായിക്കാം, രണ്ടായിട്ട് വായിച്ചു പഠിച്ചിട്ട് ഒന്നിച്ച് വായിക്കാം. പയഫ ഊഥസ്വതീഹി മുദാ പയഫോഥസ്വതീർമുദാ കാമം വവർഷവർജന്യ സർവകാമദുഃഖാമഹി സുഷുജുസ്മ വ്രജാൻഗാവ പയഫോഥസ്വതീർമുദാം കാമം വവർഷവർജന്യ സർവകാമദുഃഖാമഹി സുഷുജുസ്മ വ്രജാൻഗാവ പയഫോഥസ്വതീർമുദാം കാമം വവർഷവർജന്യ സർവകാമദുഃഖാമഹി സുഷുജുസ്മ വ്രജാൻഗാവ പയഫോഥസ്വതീർമുദാം നദ്യസമുദ്രാഗിരയഃ വനസ്പതിവിരുധാം ഫലന്ത്യോഷധയഃ സർവാ കാമാൻ അന്വർത്തുതസ്യ വൈ. നദ്യഃ നദികൾ, സമുദ്രാഃ സമുദ്രങ്ങൾ, ഗിരയഃ പർവ്വതങ്ങൾ, വനസ്പതിവിരുധഃ വനസ്പതികളോടും വീരുധങ്ങളോടും കൂടിയ. വനസ്പതി വലിയ വൃക്ഷങ്ങളാണ്, വീരുധങ്ങൾ ചെറിയ ചെടികൾ. വളർന്നു വലുതാകാത്ത ചെറിയ ചെടികൾ. അത് ഭൂമിയിൽ ധാരാളമുണ്ട്. വലിയ വൻമരങ്ങളാകുന്ന വൃക്ഷങ്ങളുണ്ട്. അതിനാണ് രണ്ടായിട്ട് തിരിച്ചു പറഞ്ഞത്. വനസ്പതി വീരുധ. വനസ്പതികൾ വൻമരങ്ങൾ, വീരുധങ്ങൾ ചെറിയ ചെടികൾ. വനസ്പതി വീരുധ വനസ്പതികളോടും വീരുധങ്ങളോടും കൂടിയ. ചേർത്ത കൂടിയതെന്ന്. കൂടിയതായി നദ്യഃ സമുദ്രഃ ഗിരേഹ സമനസ്പതി വീരുധഃ ഫലന്തി ഓഷധയഃ സർവാഃ. ഓഷധികളൊക്കെ എല്ലാം ഫലിക്കപ്പെട്ടു. ഓഷധികളൊക്കെ ഫലിക്കപ്പെട്ടു. എങ്ങനെ? കാമാൻ അന്വർതു തസ്യവൈ. കാമാൻ കാമങ്ങളെ ഇഷ്ടം പോലെ. അന്വർതു ഓരോ ഋതുക്കളിലും. അനു ഋതു കൂടി ചേരുമ്പോൾ അന്വർതു എന്നാകുന്നു. അനു ഋതു കൂടി ചേരുമ്പോൾ അന്വർതു. ഓരോ ഋതുക്കളിലും ഓരോ ഋതുക്കളനുസരിച്ച് ചെടികള്, വീരുധകൾ, വനസ്പതികൾ, പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, നദികൾ, ഓഷധികൾ ഇതെല്ലാം ഇഷ്ടാനുസരണം ഫലിച്ചു നിന്നു എന്നർത്ഥം. ഇതെല്ലാം ഫലമുണ്ടാക്കാൻ കാരണമായി. ഫലമുണ്ടാക്കാനുള്ള കാരണങ്ങൾ ഒന്ന് പുഴകളാണ്. പുഴകൾ നിമിത്തമാണ് വിളവുകൾ ധാരാളം ഉണ്ടാകുന്നത്. സമുദ്രങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഉപ്പും രത്നങ്ങളും കിട്ടുന്നത്. ഇതൊക്കെ നമുക്ക് നിത്യേന വേണ്ടതാണ്. ഉപ്പില്ലാതെ കഴിയാൻ പറ്റില്ല. അത് തരുന്ന ആരാണ്? സമുദ്രമാണ്. രത്നങ്ങൾ നൽകുന്ന ആരാണ്? സമുദ്രമാണ്. രത്നം വിളയുന്നത് എവിടെയാണ്? സമുദ്രത്തിലാണ്. അപ്പം നദികളും സമുദ്രങ്ങളും നമുക്ക് അനിവാര്യമാണ്. പർവ്വതങ്ങളിൽ നിന്നും ധാതുദ്രവ്യങ്ങൾ ധാരാളം, ലവണങ്ങളൊക്കെ കിട്ടുന്ന പർവ്വതത്തിൽ ധാതുദ്രവ്യങ്ങളൊക്കെ. അതുകൊണ്ട് പർവ്വതങ്ങൾ നമുക്ക് അനിവാര്യമാണ്. വൃക്ഷങ്ങളിൽ നിന്നാണ് നമുക്ക് പഴങ്ങളും ഫലങ്ങളും ധാരാളം കിട്ടുന്നത്. വല്ലികളായ ചെറിയ ചെടികളിൽ നിന്ന് നമുക്ക് പൂക്കൾ കിട്ടും. ധാരാളം പുഷ്പങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഓഷധികൾ നെല്ല്, ഗോതമ്പ്, യവം തുടങ്ങിയിരിക്കുന്ന ധാന്യവർഗങ്ങളാണ്. ഇതും നമുക്ക് അനിവാര്യമാണ്. ധാന്യച്ചെടികൾ ലിഫ്റ്റ് ചെയ്താണ് യാഫൻ നമുക്ക് നിത്യജീവിതത്തിൽ വേണ്ടത് പറയാം. നദികൾ വേണം നമുക്ക് കുളിക്കാൻ, നമുക്ക് തുണിയിറക്കാൻ, നമ്മുടെ കിണറുകളിൽ ധാരാളം വെള്ളം സമ്പന്നമായി ഉണ്ടാകാൻ പുഴകൾ ഇവിടെ അനിവാര്യമാണ്. അത് പരിശുദ്ധമായി സംരക്ഷിക്കപ്പെടേണ്ടതാണ്. നദ്യഃ സമുദ്രാഃ സമുദ്രങ്ങൾ വേണം.
അത് കേടുപാട് കൂടാതെ പരിരക്ഷിച്ച് സമുദ്രത്തെ പരിരക്ഷിക്കണം. അതിൽ നിന്ന് നമുക്ക് രത്നങ്ങൾ ധാരാളം, മുത്തുകളും രത്നങ്ങളും കിട്ടണം, ഉപ്പ് കിട്ടണം. പർവ്വതങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടണം. പർവ്വതത്തിൽ നിന്ന് ധാരാളം ലവണങ്ങൾ, ധാരാളം ധാതുദ്രവ്യങ്ങൾ, ഇതൊക്കെ അവിടെ നമുക്ക് വേണ്ടതാണ്. ഇതെല്ലാം കിട്ടാൻ ഇതിനെ, പർവ്വതങ്ങളെ സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടു തന്നെ ചെയ്യണം. വനസ്പതികൾ വേണം, വൃക്ഷങ്ങൾ വേണം. അതിന്നാണ് തേങ്ങയും മാങ്ങയും കവുങ്ങും പാക്കും ഇതൊക്കെ കിട്ടേണ്ടാവുന്നതാണ്. വൃക്ഷങ്ങൾ വേണം. ഇനിയും ചെറിയ ചെടികൾ വേണം, പൂക്കൾ വേണ്ടേ? നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ ധാരാളം പൂക്കൾ വേണം. ഈ പൂക്കൾ തരാൻ ചെറിയ ചെടികൾ വേണം. ഓഷധികൾ വേണം. ഗോതമ്പും അരിയും നെല്ലും ഒന്നും ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. ഇവകളൊക്കെ സർവാഹം, ഇതെല്ലാം കാമം അന്വർത്തു, ഇഷ്ടാനുസരണം ഉണ്ടായി, ഒരു കുറവില്ലാതെ. അന്വർത്തു, ഋതുക്കൾ തോറും ഉണ്ടായിരുന്നു. ആദിമ കാലഘട്ടത്ത് ഭൂമി സമ്പന്നമായിരുന്നപ്പോൾ ഒരു വളവും ചെയ്യാതെ താനെ ഭൂമിയിൽ നിന്നും ചെടികൾ മുളച്ച് ഫലവത്തായി നമുക്ക് കിട്ടുമായിരുന്നു. നമുക്ക് തന്നെ അറിയാം, ഒരു തലമുറ മുമ്പ് നമ്മുടെ പറമ്പിൽ കാണുന്ന മാവും തെങ്ങും ഒക്കെ, അല്ലെങ്കിൽ വലിയ വൻ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ ഫലം ഉണ്ടാകട്ടെ വിചാരിച്ചല്ല, ചിലപ്പോൾ തന്നെ കിളിച്ചു വരുന്ന. ആരെങ്കിലും വാങ്ങേണ്ടി എവിടെയെങ്കിലും പറിച്ചെറിയും, ചിലപ്പോൾ തന്നെ ചക്കക്കുരു വരി തന്നെ എന്തുണ്ടാകും, പ്ലാവുകളൊക്കെ കിളിച്ചു വരും. തൈ കൊണ്ടുവച്ച് ഇന്നത്തെ പോലെ ചുറ്റും നിന്ന് പരീക്ഷിച്ചതൊന്നുമല്ല ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ തന്നെ ഉണ്ടാകും, ഒരു വളവും ആവശ്യമില്ല. അങ്ങനെ ഭൂമി തന്നെത്താൻ തന്റെ വിളവുകൾ നമുക്ക് തന്നുകൊണ്ടേയിരുന്നു. ഇത് ഭൂമിയെ നമ്മൾ അപഹരിച്ച് കേടുപാട് വരുത്താൻ തുടങ്ങിയപ്പോൾ ഭൂമി അതിന് തയ്യാറല്ല, ഉള്ളത് തരികയില്ല. നിങ്ങൾ എത്ര വളമിട്ടാലും എത്ര വെള്ളം ഒഴിച്ചാലും ഇതിൽ നിന്ന് ഫലം ഞാൻ തരില്ല എന്ന് ഭൂമി വാശി പിടിച്ചിരിക്കുക. പലപ്പോഴും അങ്ങനെ ഇത് കായ്ക്കുന്നില്ല. എന്ത് ചെയ്യാന്? ഇത് ഭൂമിയെ ദ്രോഹിക്കുന്നതുകൊണ്ടാണ്, ഭൂമിയെ ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ടാണ്. അനാവശ്യമായി വെട്ടിക്കളച്ച് കുഴിച്ച് മലിനമാക്കി ഇട്ട് കഴിഞ്ഞാൽ ഭൂമിക്ക് സ്വതന്ത്രമായി ഇഷ്ടാനുസരണം പ്രവർത്തിക്കാൻ പറ്റാണ്ടാവും. അങ്ങനെ ആയാൽ ആ ഓരോ ഋതുക്കളിലും നമുക്കിത് കിട്ടില്ല. നെല്ലൊക്കെ കൃഷി ചെയ്യാൻ ഒരു ഋതുവുണ്ട്. ആ ഋതു സമയത്താണ് നെല്ല് കൃഷി ചെയ്താൽ സമ്പന്നവും ധാരാളം ഉണ്ടാകും. ചെടികൾ ഉണ്ടാകാനും അങ്ങനെയാണ്. നമ്മൾ കൃഷി ഇറക്കാനും നല്ല സമയം നോക്കി, നല്ല ഓരോരോ ഋതുക്കളിലെ ആ കൂടിച്ചേർച്ചയിലാണ്. അങ്ങനെയൊക്കെയായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ യുധിഷ്ഠിരൻ രാജ്യഭരണകാലത്ത് നോക്കൂ, നദ്യ സമുദ്ര ഗിരയ വനസ്പതി വീരുധ ഓഷധയ സർവാഹ കാമാൻ അന്വർത്തു തസ്യ വൈ ഫലന്തി. തീർച്ചയായിട്ടും ആ രാജ്യത്ത് ഫലിച്ചുകൊണ്ടേയിരുന്നു. നദ്യ സമുദ്ര ഗിരയ വനസ്പതി വീരുധ ഫലന്തി ഓഷധയ സർവാ കാമാൻ അന്വർത്തു തസ്യ വൈ. നദ്യ സമുദ്ര ഗിരയ വനസ്പതി വീരുധ ഫലന്തി ഓഷധയ സർവാ കാമാൻ അന്വർത്തു തസ്യ വൈ. നദ്യ സമുദ്ര ഗിരയ വനസ്പതി വീരുധ ഫലന്തി ഓഷധയ സർവാ കാമാൻ അന്വർത്തു തസ്യ വൈ. നാഥയോ യാഥയ ക്ലേശാം ദൈവഭൂതാത്മഹേതവാം അജാതശത്രാവഭവൻ ജന്തൂനാം രാജ്ഞകർഹിചിത്. ന ആധേഹ വ്യാധേഹ ക്ലേശാ. ആധികളും വ്യാധികളും ക്ലേശങ്ങളും ഇല്ല. ഓ, എന്ത് സുഖായി. നമുക്ക് ഇങ്ങനെ ഒരു രാജ്യം, ഒരു ഭരണകാലം ഭാരതത്തിന് ഉണ്ടായിരുന്നു എന്ന് ഭാരതം ഉറക്കെ ഉദ്ഘോഷിക്കുകയാണ്. ആധികളുമില്ല, വ്യാധികളുമില്ല. ശാരീരികമായും മാനസികമായുമുള്ള ക്ലേശങ്ങളാണ് ആധിവ്യാധികൾ. ആധികൾ മനക്ലേശവും വ്യാധികൾ ശരീരക്ലേശവുമാണ്. ശരീരത്തിന്റെ ക്ലേശങ്ങൾ രോഗം കൊണ്ടുണ്ടാകും. മനസ്സിന്റെ ക്ലേശങ്ങൾ ശീതോഷ്ണാദികളുടെ ആധിക്യം കൊണ്ട് ഉണ്ടാകുന്നു. ഇതൊക്കെ ആയുർവേദവും വൈദ്യശാസ്ത്രങ്ങളും വിസ്തരിച്ച് നമ്മെ ഒരു കാലം ഘട്ടത്തിൽ പഠിപ്പിച്ചതാണ്. ആധികളും വ്യാധികളും ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു കാലം. ഇനി ക്ലേശങ്ങൾ എങ്ങനെ ഉണ്ടാകുക? ദൈവഭൂത ആത്മഹേതവ. ദൈവം, ദൈവികം, ഭൂതം
ഭൗതികം, ആത്മികം ഇങ്ങനെ ഹേതുക്കളായിട്ട് അധ്യാത്മം, ആധിഭൂതം, ആധിദൈവം താപത്രയങ്ങളെ ഒറ്റ വാക്കിൽ ഒതുക്കിയാണ് ദൈവ ഭൂത ആത്മഹേതവ. ദൈവം ആധിദൈവികം, ഭൂതം ആധിഭൗതികം, ആത്മ ആധ്യാത്മികം. ഇങ്ങനെ മൂന്ന് തരത്തിലാണ് നമുക്ക് ദുഃഖം. താപത്രയങ്ങൾ നമ്മൾ ഭാഗവതത്തിൽ പലപ്പോഴും കേട്ട് പഠിച്ചിട്ടുണ്ട്. ഈ താപത്രയങ്ങൾ ആണ് ക്ലേശത്തിന് ഹേതുക്കൾ, കാരണം. മൂന്ന് തരത്തിലുള്ള ദുഃഖമാണ് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും അജാതശത്രൗ അഭവൻ ജന്തൂനാം രാജ്ഞി കർഹിച്ച്. അജാതശത്രൗ രാജ്ഞി, രാജ്ഞി എന്ന് വെച്ചാൽ രാജാവിൽ എന്നാണ് മലയാളത്തിൽ പറയുന്ന. രാജാവിന്റെ ഭാര്യയായ രാജ്ഞിയല്ല. അത് വേണമെങ്കിൽ രാജ്ഞീന് ദീർഘം വേണം. ഹ്രസ്വമാണെങ്കിൽ രാജാവിൽ എന്ന് സപ്തമി ഏകവചനമാണ്. അജാതശത്രൗ സപ്തമി ഏകവചനമാണ്. അജാതശത്രൗ രാജ്ഞി, യുധിഷ്ഠിരൻ എന്ന രാജാവിൽ. രാജാവ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജന്തൂനാം, ജന്തുക്കൾക്ക്, മനുഷ്യർക്ക് മാത്രമല്ല ജന്തുക്കൾക്ക്, കർഹിച്ചിത് ഒരിക്കലും ഒരു വിധത്തിലും, ആധേഹന വ്യാധേഹന ദൈവഭൂത ആത്മഹേതവ ക്ലേശാഹ, ഇത് മൂന്നും ഉണ്ടായിരുന്നില്ല. അജാതശത്രുവായ രാജാവ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, യുധിഷ്ഠിരന് അജാതശത്രു എന്നൊരു പേരുണ്ട്. ഒരിക്കലും ശത്രുക്കൾ ഉണ്ടാകാത്തവനാണ് യുധിഷ്ഠിരൻ എന്നാണ്. അത് യുധിഷ്ഠിരന്റെ ആത്മീയമായ ശത്രുക്കളെ മാത്രം ഉദ്ദേശിച്ചിട്ട പേരായിരിക്കണം, ഭൗതികമായിരിക്കത്തില്ല. അതുകൊണ്ട് യുധിഷ്ഠിരനെ സംബന്ധിച്ച് ഇങ്ങനെ ധാർമ്മികമായി രാജ്യം ഭരിക്കുമ്പോൾ, അപ്പൊ രാജ്യഭരണത്തിൽ അധാർമികത ബാധിക്കുമ്പോഴാണ് ആ രാജ്യത്ത് ആധികളും വ്യാധികളും ക്ലേശങ്ങളും ഉണ്ടാകും. രാജ്യത്ത് അധർമ്മം കൊടുകുത്തി വിളയാടുമ്പോൾ അതിന്റെ ഉത്തരവാദി ഭരണാധികാരി മാത്രമാണ്, ബാക്കി ആരുമില്ല. രാജാവാണ് ഉത്തരവാദി. രാജാവ് സദ്ധർമ്മമാണ്, സദ്ഭരണമാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ നദികൾ വേണ്ടതുപോലെ സമർത്ഥമായി ഒഴുകും. സമുദ്രങ്ങൾ ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് നൽകും. പർവ്വതങ്ങളിൽ നിന്നും ധാരാളം ഉൽപ്പന്നങ്ങൾ നമുക്ക് സ്വീകരിക്കാം. വൃക്ഷങ്ങൾ യഥാകാലം പൂത്ത് കായ്ച്ച് കായ്കനികൾ നൽകും. ചെടികൾ കൃത്യമായും പൂത്ത് നമുക്ക് പൂക്കൾ നൽകും. ധാന്യങ്ങളൊക്കെ സമർത്ഥമായും ഇവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയെടുക്കാം. ഇത്രയും വിഷയങ്ങൾക്ക് നമുക്ക് പുറത്തു പോകണ്ട. വെള്ളത്തിന് പുറത്തു പോകണ്ട, സമുദ്ര ഉൽപ്പന്നങ്ങൾക്ക് പുറത്തു പോകണ്ട, പർവ്വതോൽപ്പന്നങ്ങൾക്ക് പുറത്തു പോകണ്ട, വൻമരങ്ങളിൽ നിന്നും കാഴ്ചയുണ്ടാകുന്ന ഫലങ്ങൾക്ക് വേണ്ടി നമ്മൾ കേരളം വിട്ട് മറ്റു രാജ്യത്തിലേക്ക് പോകണ്ട, പൂക്കൾക്ക് വേണ്ടി കേരളം വിട്ട് മറ്റെങ്ങും പോകണ്ട. ധാന്യങ്ങൾക്ക് ഓടി നടക്കുകയാണ്. എവിടുന്നാ ധാന്യം കിട്ടുന്നത്? ഇവിടെ നിന്ന് നമുക്കൊന്നുമില്ല, പൂക്കളും ഇല്ല, ചെടികളും ഇല്ല, ഒക്കെ തപ്പിപ്പോവുകയാണ്. എന്താണ് ഇതിന്റെ കാരണം? രാജഭരണം അധാർമികമായതുകൊണ്ട്. പ്രജകൾക്ക് മൂന്ന് തരത്തിലുള്ള ദുഃഖം നേരിടുന്നെങ്കിൽ ഉത്തരവാദി രാജാവാണ്. പകർച്ചവ്യാധി രാജ്യത്ത് പടർന്നു പിടിക്കുന്നെങ്കിൽ ഉത്തരവാദിത്വം രാജാവിനാണ്. രാജാവിന്റെ ഭരണത്തിന്റെ ദോഷം കൊണ്ടാണ് പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത്, ആധികളും വ്യാധികളും ഉണ്ടാകുന്നത്, രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഒരു കാലത്ത് രോഗങ്ങളെ ഉണ്ടായിരുന്നില്ല. രോഗം ഉണ്ടാവാതിരിക്കാൻ കാരണം ശരീരത്തിന് രോഗമുണ്ടാക്കുന്ന ഒരു ഭക്ഷ്യവസ്തുക്കളും ആരും ഭക്ഷിച്ചിരുന്നില്ല. രണ്ടാമത്, സന്മാർഗസഹിതമായ ഒരു ജീവിതചര്യ എല്ലാവരും അനുഷ്ഠിച്ചു. ഇങ്ങനെ വന്നാൽ ഔഷധം ആവശ്യമില്ല. അസാൻമാർഗികമായ ജീവിതചര്യ അനുഷ്ഠിച്ചാൽ അപ്പ രോഗമുണ്ടാകും, രോഗങ്ങൾക്ക് ഔഷധം. ആദ്യകാലത്ത് ഔഷധമേ ഉണ്ടായിരുന്നില്ല, വേണ്ടിയിരുന്നില്ല. പിന്നെ ചിലപ്പോഴൊക്കെ വല്ലപ്പോഴും ഒക്കെ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഔഷധം ഇന്ന് നിത്യജീവിതത്തിലെ
ഒരു ഭക്ഷണത്തെക്കാൾ ഉപരി മാറ്റിവെക്കാനാവാത്ത ഒരു പ്രക്രിയയായിട്ട് മാറിയിരിക്കുകയാണ് ഔഷധം. വെള്ളമില്ലെങ്കിലും ജീവിക്കാം, ഔഷധം ഇല്ലാതെ കഴിയാൻ പറ്റില്ല. ഒരു നേരം വെള്ളം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എന്ത് വേണം? മരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ പറ്റില്ല. ഈ ദുരന്തത്തിലേക്ക് മനുഷ്യനെ കൊണ്ട് ചാടിച്ചത് അഫാൻമാർമികമായ ഭരണ ചക്രമാണെന്ന് യുധിഷ്ഠിരന്റെ ഭരണത്തെ വർണ്ണിച്ചുകൊണ്ട് വ്യാസൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. നമുക്ക് എത്ര വിദഗ്ധനാണ് വ്യാസൻ! എങ്ങനെ രാജ്യം ഭരിക്കണം യുധിഷ്ഠിരന്റെ രാജ്യഭരണത്തെ കാണിച്ചുകൊണ്ട് നമുക്ക് വെച്ചുകൊണ്ട് കാണിച്ചിരിക്കുകയാണ്. അല്ലെങ്കിലുള്ള ദോഷവും പറഞ്ഞു. ഇവിടെ അജാതശത്രു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യർക്ക് മാത്രമല്ല, ജന്തുക്കൾക്ക് നോക്കൂ, രോഗങ്ങളും മനക്ലേശവും അസുഖങ്ങളും ഒക്കെ ആർക്കുണ്ട്? ജന്തുക്കൾക്കുണ്ട്, എല്ലാ ജന്തുക്കൾക്കുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പം എന്താണ് വെറ്റിനറി ഹോസ്പിറ്റലിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജന്തുക്കൾക്കും ഇതെല്ലാം ഉണ്ട്. അവർക്കും ഇവിടുന്ന് തന്നെ ഔഷധികളൊക്കെ എടുത്ത് അവരും സമ്പന്നമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പൊ ഒരു ജന്തുക്കൾക്കും ആധികളോ വ്യാധികളോ മൂന്ന് വിധത്തിലുള്ള താപത്രയങ്ങളോ ആയിട്ടുള്ള ക്ലേശങ്ങളോ ഉണ്ടായിരുന്നില്ല. നാഥയോ യാഥയ ക്ലേശാദൈവ ഭൂതാത്മഹേതവാം അജാതശത്രാവഭവൻ ജന്തൂനാം രാജ്ഞികർഹ്യജിത്. നാഥയോ യാഥയ ക്ലേശാദൈവ ഭൂതാത്മഹേതവാം അജാതശത്രാവഭവൻ ജന്തൂനാം രാജ്ഞികർഹ്യജിത്. ഉഷിത്വാഹാസ്തിനപുരേ മാസാൻ കതിപയൻ ഹരി സുഹൃദം ച വിശോകായ ഫുഫുശ്ച പ്രിയഗമ്യയാം ആമന്ത്രിജാഭ്യനുജ്ഞാത പരിഷുജ്യ അഭിവാദ്യതം ആരിരോഹരഥം കൈശ്ചിത് പരിഷ്വക്തോഭിവാദിതാം. ഉഷിത്വ താമസിച്ചിട്ട്, വസിച്ചിട്ട്, ഉഷിത്വ. ഹാസ്തിനപുരത്തിൽ കതിപയാൻ മാസാൻ, കുറച്ചു മാസം, 3-4 മാസങ്ങൾ. കതിപയാൻ മാസാൻ, കുറച്ച് മാസങ്ങൾ. ഹരി ഭഗവാൻ. ഈ 3-4 ശ്ലോകങ്ങളുടെ യുധിഷ്ഠിരന്റെ രാജ്യഭരണം, ഒരു രാജ്യം എങ്ങനെ ഭരിക്കാമെന്ന് സമഗ്രമായി കാണിച്ചു. ഒത്തിരി പേരൊന്നും എഴുതേണ്ട ആവശ്യമില്ല. 3-4 ശ്ലോകം കൊണ്ട് മാത്രം എല്ലാം വന്നുണ്ട്. ഇങ്ങനെയുള്ള ഹസ്തിനപുരത്തിൽ കുറച്ച് മാസങ്ങൾ ഭഗവാൻ ഹരി അവിടെ തന്നെ താമസിച്ചു. കാരണം തന്റെ സാന്നിധ്യം കൊണ്ട് ഈ രാജ്യം സുസമ്പന്നമാക്കി മാറ്റണം. അതിനുള്ള എല്ലാ പ്രക്രിയകളും ഭഗവാൻ അവിടെ ചെയ്തു വെച്ചു. സുഹൃദം ച വിശോകായ. ഇനി ഇത്രയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പൊയ്ക്കൂടെ ദ്വാരകയിലേക്ക്? അങ്ങനെ പെട്ടെന്ന് പോകണ്ടെന്ന് വിചാരിച്ചു. കാരണം എന്താണ്? സുഹൃത്തുക്കളുടെ ശോകം മാറുന്നത് വരെ അവിടെ നിൽക്കണം. ആരാണ് സുഹൃത്തുക്കൾ? അർജുനൻ, യുധിഷ്ഠിരൻ, ഭീമൻ, നകുലൻ, സഹദേവൻ. ഇതൊക്കെ സുഹൃത്തുക്കളെ പോലാണ്. എന്താണ്? ജ്യേഷ്ഠാനുജന്മാരുടെയും സഹോദരന്മാരുടെയും മക്കളാ, അത്രേ ഉള്ളൂ. അപ്പം ആ സുഹൃത്തുക്കളുടെ ശോകത്തെ ഇല്ലാതാക്കണം. ഇനിയും യുധിഷ്ഠിരന്റെ ഉള്ളിൽ ശോകം വരുമോ എന്നൊരു പേടിയാണ് നമ്മളെ പോലെ തന്നെ. ഇപ്പൊ ഭഗവാൻ കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഭഗവാൻ പോയി കഴിയുമ്പം ഇതൊക്കെ മാറിപ്പോകുമോ എന്ന് നമ്മളെപ്പോലെ നാളെ ഉണ്ടാകാൻ പോകുന്ന ദുഃഖം ഓർത്തിന്നേ വിഷമിച്ചിരുന്ന കരയും. നാളെ ഒന്നും വരില്ല, അഥവാ വന്നാൽ എന്താണെന്ന് അറിയത്തില്ല, വന്നു കഴിഞ്ഞല്ലേ അറിയൂ. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ഓർമ്മിക്കുന്നവരാണ്. അതുകൊണ്ട് അതും കൂടി മാറും. ഇപ്പൊ ഒരു ദുരന്തമുണ്ടായ നാടാണ് ഹസ്തിനപുരം. ആ ദുരന്തത്തിൽ നിന്നും അവിടുത്തെ ആൾക്കാർ മോചിക്കുന്നിടം വരെ ഭഗവാന്റെ സാന്നിധ്യം കൂടെ വേണം. അതുകൊണ്ടാണ് കുറച്ച് മാസങ്ങൾ ഭഗവാൻ അവരുടെ ശോകം മാറ്റുന്നത് വരെ. ആ ശോകം കുറച്ചാളെ നിൽക്കും. നമുക്കും അങ്ങനെയാണ്. ബന്ധുക്കൾ വേർപെട്ടാൽ, സുഹൃത്തുക്കൾ വേർപെട്ടാൽ, രാജ്യം നഷ്ടപ്പെട്ടാൽ, വീട് നഷ്ടപ്പെട്ടാൽ, ധനം നഷ്ടപ്പെട്ടാൽ കുറച്ചാളെ ദുഃഖമാണ്. ആ ദുഃഖത്തിൽ നിന്ന് കരകയറും പതുക്കെ. അതുവരെ ആര് കൂടെ വേണം? ഭഗവാൻ കൂടെ വേണം എന്ന് കരുതി ശ്രീകൃഷ്ണൻ അവിടെ തന്നെ. പിന്നെ ഫുഫുച്ച, സ്വന്തം സഹോദരിക്കും, ആരാണ്? സുഭദ്രയ്ക്ക് ദുഃഖം ഉണ്ടാക്കരുത് എന്ന് വിചാരിച്ചു. ഫുഫുഹു, ഫുഫാവെന്ന് വെച്ചാൽ സിസ്റ്റർ, സഹോദരി. പ്രിയകാമ്യയ, അവളുടെ പ്രിയം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്റെ സഹോദരിക്ക് പ്രിയമായ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹിച്ച്
സുഹൃത്തുക്കളുടെ ദുഃഖം ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിച്ച് ഹസ്തിനപുരത്തിൽ കുറച്ചു നാളുകൾ താമസിച്ചിട്ട്, ഉഷിത്വ എന്നാണ് ക്രിയാപദം, അത് താമസിച്ചിട്ട് എന്നേ പറഞ്ഞുള്ളൂ, പൂർണ്ണമായില്ല. ഈ ശ്ലോകത്തിൽ ആശയം പൂർണ്ണമല്ല, ഒരു പൂർണ്ണക്രിയയില്ല. അതുകൊണ്ട് അർത്ഥ ശ്ലോകങ്ങൾ ചേർത്തിട്ട് വേണം അർത്ഥം പറയാൻ. അതുകൊണ്ടാണ് ഒന്നിച്ചതിൻ്റെത്. കുറച്ചു നാളോളം താമസിച്ചിട്ട് ഹരിഹി ഭഗവാൻ ശ്രീകൃഷ്ണ ആമന്ത്രിയ യാത്ര ചോദിച്ചു. ആമന്ത്രണം ചെയ്യുക, യാത്ര ചോദിക്കുക. അഭ്യനുജ്ഞാത അനുവാദം കിട്ടിയിട്ട്, യാത്ര ചോദിച്ച് അനുവാദം കിട്ടിയിട്ട് പരിഷ്വജ്യ അഭിവാദ്യതം, പരിഷ്വജ്യ ആലിംഗനം ചെയ്തിട്ട്, അഭിവാദനം ചെയ്തിട്ട്, തം രഥം ആരുരോഹ, ആ രഥത്തിലേക്ക് കയറി. തം രഥം ആരുരോഹ, ആ രഥത്തിലേക്ക് കയറി. കൈശ്ചിത് ചിലരാൽ, പരിഷ്വക്ത്വ അഭിവാദിത, ചിലരെ ആലിംഗനം ചെയ്തിട്ട്, ചിലരെ അഭിവാദ്യം ചെയ്തിട്ട് ഭഗവാൻ രഥത്തിലേക്ക് കയറി എന്നർത്ഥം. ഭഗവാന്റെ ഇഷ്ട സുഹൃത്തുക്കളാണ് പാണ്ഡുപുത്രന്മാരൊക്കെ. സഹോദരിയായ സുഭദ്രയുണ്ട്. ഇവരുടെയൊക്കെ ദുഃഖത്തെ മാറ്റി കൊടുക്കാൻ വേണ്ടി കുറച്ചു നാളുകൾ താമസിച്ചു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ധർമ്മപുത്രര് ഭഗവാന്റെ ജ്യേഷ്ഠനാണ്. ധർമ്മപുത്രരുടെ അഭിവാദ്യം ചെയ്തു. കാലിൽ വീണ് നമസ്കരിച്ചിട്ട് അനുജ്ഞ ചോദിച്ചു, ഞാൻ ദ്വാരകയിലേക്ക് പോയി വരട്ടെ. നോക്കൂ, ആരാണ് ഭഗവാൻ. ഇവിടെ തന്റെ ജ്യേഷ്ഠനാണ് ധർമ്മപുത്രൻ. ധർമ്മപുത്രരെ ആദരപൂർവ്വം ബഹുമാനിച്ചിട്ട് ധർമ്മപുത്രൻ അവസാനം അനുവാദം കൊടുത്തു. ശരി, പോയി വരൂ എന്ന് അനുവാദവുമാണ്. അത് കഴിഞ്ഞപ്പോ ചിലരെ ആലിംഗനം ചെയ്തു, ചിലരെ വന്ദിച്ചു. അങ്ങനെ യാത്രയ്ക്ക് ഒരുങ്ങി തേരിൽ കയറി. ഭീമനെ എന്ത് ചെയ്തു? അഭിവാദ്യം ചെയ്തു. ഭീമൻ ജ്യേഷ്ഠനാണ്. അർജുനൻ തന്റെ പ്രായക്കാരാണ്. അർജുനനെ എന്ത് ചെയ്തു? ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ചു. പിന്നെയുള്ള നകുല സഹദേവന്മാരാണ്, അവരനുജന്മാരാണ്, അവരെ അനുഗ്രഹിച്ചു. ഓരോരുത്തരും ഓരോ തരത്തിലാണ് പെരുമാറിയത്. ജ്യേഷ്ഠന്മാരെയൊക്കെ അഭിവാദ്യം ചെയ്തു, സമാനപ്രായക്കാരെ ആലിംഗനം ചെയ്തു, താഴ്ന്നവരെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. എന്നിട്ട് ഭഗവാൻ രഥത്തിലേക്ക് കയറി യാത്ര പോകാൻ വേണ്ടിയിട്ട് ഉഷിത്വാഹാസ്തിനപുരേ മാസാൻ കതിപയാൻ ഹരി സുഹൃദം ച വിശോകായ ഫുഫുശ്ച പ്രിയഗമ്യയാം ആമന്ത്രിതാഭ്യനുജ്ഞാത പരിഷ്വജ്യ അഭിവാദ്യതം ആരുരോഹരഥം കൈശ്ചിത് പരിഷ്വക്ത്വാഭിവാദിത കൂടി ചേരുമ്പോൾ പരിഷ്വക്തോഭിവാദിത ചൊല്ലാൻ ഇത്തിരി പാടായിരിക്കും. രണ്ടു വാക്കായിട്ട് പിരിക്കണം. പരിഷക്ത്വ കഴിഞ്ഞ അഭിവാദ്യം. ആയും പൂവും കൂടെ കുറിച്ചുമ്പോ ഓ ആകുന്നതുകൊണ്ടാണ് പരിഷക്തോ എന്ന് പറയുന്നത്. പരിഷക്തോഭിവാദിത ഉഷിത്വാഹാസ്തിനപുരേം മാസാൻ കതിപയാൻ ഹരി സുഹൃദം ച വിശോകായ ഫുഫുശ്ച പ്രിയഗമ്യയാം ആമന്ത്രിതാഭ്യനുജ്ഞാത പരിഷ്വജ്യ അഭിവാദ്യതം ആരുരോഹരഥം കൈശ്ചിത് പരിഷ്വക്തോഭിവാദിതം ഉഷിത്വാഹാസ്തിനപുരേ മാസാൻ കതിപയാൻ ഹരി സുഹൃദം ച വിശോകായ ഫുഫുശ്ച പ്രിയഗമ്യയാം ആമന്ത്രിതാഭ്യനുജ്ഞാത പരിഷ്വജ്യാഭിവാദ്യതം ആരുരോഹരഥം കൈശ്ചിത് പരിഷ്വക്തോഭിവാദിതം ഉഷിത്വാഹാസ്തിനപുരേ മാസാൻ കതിപയാൻ ഹരി സുഹൃദം ച വിശോകായ ഫുഫുശ്ച പ്രിയഗമ്യയാം ആമന്ത്രിതാഭ്യനുജ്ഞാത പരിഷ്വജ്യാഭിവാദ്യതം ആരുരോഹരഥം കൈശ്ചിത് പരിഷ്വക്തോഭിവാദിത.
സുഭദ്രാ ദ്രൗപദീ കുന്തി വിരാടതനയാ തഥാം ഗാന്ധാരീ ധൃതരാഷ്ട്രശ്ച ഗൗതമോ യമൗ വൃകോദരശ്ച ധൗമ്യശ്ച സ്ത്രിയോ മത്സ്യഫുദാദയ ന ഫേഹിരേ വിമുഖ്യന്തോ വിരഹം ശാംഗധന്വന. ആരൊക്കെയാണ് യാത്ര അയച്ചത്? ആരൊക്കെയാണ് യാത്ര അയക്കാൻ തേരിനടുക്കിലേക്ക് ചെന്നത്? അവരോടൊക്കെ എങ്ങനെ യാത്ര പറഞ്ഞു എന്ന് 2 ശ്ലോകത്തിലൂടെ വർണ്ണിക്കാം. ആരാണ്? സുഭദ്ര സഹോദരി, ദ്രൗപദി സുഹൃത്തിന്റെ പത്നി, അല്ലെങ്കിൽ എന്താണ് അവരുടെ ജ്യേഷ്ഠാനുജന്മാരുടെ പത്നി, കുന്തി അമ്മയെ പോലെ കരുതുന്ന അച്ഛൻ പെങ്ങൾ, വിരാടതനയ ഉത്തര, തഥാ അതുപോലെ ഗാന്ധാരി ധൃതരാഷ്ട്ര. ഗാന്ധാരിയുണ്ട്, ധൃതരാഷ്ട്രനുണ്ട്. ആ ധൃതരാഷ്ട്രന് വേശ്യസ്ത്രീ ഉണ്ടായത് പുത്രനാണ് യൂൽഫു ആയതുകൊണ്ട്. യൂൽഫു പാണ്ഡവപക്ഷത്തിലാണ് നിന്നത്. ഉള്ളയാൾ മാത്രം മരിച്ചില്ല. യുദ്ധം തുടങ്ങാൻ നേരം ധർമ്മപുത്രര് അവിടെ നിന്ന് ഉറക്ക വിളിച്ചു ചോദിച്ചു, ഞങ്ങളുടെ പക്ഷത്തിലേക്ക് വരാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ വരാം. ഈ യൂൽഫു മാത്രം ഇവരുടെ പക്ഷത്തിലേക്ക് ചേർന്നു എന്ന് മഹാഭാരതത്തിൽ പറയും. ബാക്കി ആരും വന്നില്ല. അപ്പം ശ്രീകൃഷ്ണൻ മനസ്സുകൊണ്ട് അർജുനോട് പറഞ്ഞു, കൗരവന്മാരുടെ ബലികർമ്മങ്ങൾ ചെയ്യാൻ ഒരാളെങ്കിലും നമ്മുടെ കൂടെ നിൽക്കട്ടെ. ഇയാളെ കൊണ്ട് വേണമല്ലോ ബാക്കിയെല്ലാം ചെയ്യിക്കാൻ. കാരണം അവൾ ധൃതരാഷ്ട്രയുടെ ഒറ്റപ്പുത്രനെയാളുള്ളൂ. ഇയാൾ മരിക്കില്ല, കൂടെ ഉണ്ടാകുന്ന കൃഷ്ണൻ ഓർക്കുണ്ട്. അതുകൊണ്ട് ഇയാളെ കൊണ്ട് യുദ്ധത്തിന് വലിയ ഫലം ഉണ്ടായില്ലെങ്കിലും അന്തിമകർമ്മങ്ങൾ ചെയ്യാൻ, ബലിയിടാനായിട്ട് ഒരാളുണ്ടല്ലോ, അയാൾ നിൽക്കട്ടെ എന്ന് കരുതി ഇയാളെ കൂടെ നിർത്തിയാണ്. അതുകൊണ്ട് ഗാന്ധാരിയും ധൃതരാഷ്ട്രനും യൂൽഫുവും ഗൗതമോ യമവും, എന്താണ് ഗൗതമനായ യമന്മാർ, യമൗ എന്ന് വെച്ചാൽ ഒന്നിച്ച് ഉണ്ടായവർ, ഇരട്ടയായി ജനിച്ചവർ, യമൗ. അവര് ഗൗതമ കുലത്തിലുണ്ടായവരാണ് എന്നുള്ളത് കൊണ്ട് ഗൗതമൻ എന്ന് വിളിച്ചതാണ്. ഗൗതമ കുലത്തിൽ ജനിച്ചവരായതുകൊണ്ട്. യമൗ ഇരട്ടകളായ 2 പേർ. പിന്നെ വൃകോദരശ്ച ഭീമഫേൻ, ധൗമ്യശ്ച ധൗമ്യൻ എന്ന ബ്രാഹ്മണൻ അന്തിമ നിമിഷം വരെയും ഇവര് വനത്തിൽ പോയപ്പോൾ മുതൽ ഇവരുടെ കൂടെ പോയ ഒരു ഋഷിതുല്യനായ ബ്രാഹ്മണനാണ് ധൗമ്യൻ. ആ ധൗമ്യനാണ് യുധിഷ്ഠിരന്റെ സങ്കടം വരുമ്പോഴൊക്കെ ഉപദേശം കൊടുത്ത് യുധിഷ്ഠിരനെ സാന്ത്വനിപ്പിച്ച് കൂടെ നിന്ന് അന്തിമ നിമിഷം വരെ കൂടിയാണ് ധൗമ്യൻ. പിന്നെ സ്ത്രീയോ, എന്താണ് സ്ത്രീകൾ, മത്സ്യഫുദാദയ സത്യവതി, മത്സ്യഗന്ധിയാണ് സത്യവതി. ആദിയായവരൊക്കെയും മത്സ്യഫുദാദയ ന ഫേഹിരെ സഹിച്ചില്ല. ഫേഹിരെ സഹിച്ചു, ന ഫേഹിരെ സഹിച്ചില്ല. വിമുഹ്യന്ത്യോ മോഹാലസ്യപ്പെട്ടവരായിട്ട്, മോഹം ഉണ്ടായവരായിട്ട്, വിരഹത്തെ നഫേഹിരെ സഹിച്ചില്ല. ശാർംഗധന്വനഃ, ശാർംഗധന്വാനായ ഭഗവാന്റെ, ശാർംഗധന്വനഃ, ശാർംഗധന്വാവ് ഭഗവാന്റെ പര്യായപദമാണ്. ശാർംഗധന്വനഃ വിരഹം നഫേഹിരെ, ഭഗവാന്റെ വിരഹം ഇവർക്ക് ആർക്കും സഹിക്കാൻ വരാൻ. സുഭദ്രയ്ക്ക് സഹിച്ചില്ല, ദ്രൗപദിക്കും പറ്റിയില്ല. കുന്തി കരഞ്ഞു വിളിച്ചൊന്നു. വിരാട രാജതനയായ ഉത്തരയും അങ്ങനെ തന്നെ. കാരണം ഉത്തരയെ രക്ഷിച്ചു, കുന്തിക്ക് സ്തുതിക്കാൻ അവസരം കൊടുത്തു, അനുഗ്രഹിച്ചു. ദ്രൗപദിയുടെ ദുഃഖം തീർത്തു കൊടുത്തു, സുഭദ്രയുടെ വിഷമത്തെ മാറ്റിക്കൊടുത്തു. ഗാന്ധാരിക്കും ധൃതരാഷ്ട്രക്കും അന്തിമ നിമിഷം വരെ കൂടെ നിന്നു ഭഗവാൻ. യൂൽഫു ഭഗവാന്റെ വാക്ക് കേട്ടാണ് ഇതേത് ഈ പക്ഷത്ത് നിൽക്കാൻ കാരണം. പിന്നുള്ള നകുല സഹദേവന്മാർ, ഭീമസേനൻ, ധൗമ്യൻ,
അവരോട് ചുറ്റും നിന്ന കുറച്ച് സ്ത്രീകൾ, സത്യവതി മുതലായിരിക്കുന്ന കുറെ സ്ത്രീകൾ. ഇവരാരും ശാർങ്ഗധന്വാവ ഭഗവാന്റെ വിരഹത്തെ ഫേഹിരെ സഹിച്ചില്ല. അവർക്കൊപ്പം അസഖ്യമായി തോന്നി ഭഗവാന്റെ വേർപാട്. സുഭദ്ര ദ്രൗപദി കുന്തി വിരാടതനയാ തഥാ ഗാന്ധാരീ ധൃതരാഷ്ട്രശ്ച ഗൗതമോ യമൗ മൃഗോദരശ്ച ധൗമ്യശ്ച സ്ത്രിയോ മത്സ്യസുതാദയാം സേഹിരേ മോഹ്യന്യോ വിരഹം ശാർങ്ഗധന്വനാം. സുഭദ്രാ ദ്രൗപദി കുന്തി വിരാടതനയാ തഥാ ഗാന്ധാരീ ധൃതരാഷ്ട്രശ്ച ഗൗതമോ യമൗ മൃഗോദരശ്ച ധൗമ്യശ്ച സ്ത്രിയോ മത്സ്യസുതാദയാം സേഹിരേ മോഹ്യന്യോ വിരഹം ശാർങ്ഗധന്വനാം. സുഭദ്രാ ദ്രൗപദി കുന്തി വിരാടതനയാ തഥാ ഗാന്ധാരീ ധൃതരാഷ്ട്രശ്ച ഗൗതമോ യമൗ മൃഗോദരശ്ച ധൗമ്യശ്ച സ്ത്രിയോ മത്സ്യസുതാദയാം സേഹിരേ മോഹ്യന്യോ വിരഹം ശാർങ്ഗധന്വനാം. ഭഗവാന്റെ വേർപാട് ഇവർക്കാർക്കും സഹിക്കാനാവാത്തതായി തോന്നുന്നു. എങ്കിലും ഭഗവാൻ ഇവരുടെയൊക്കെ യാത്ര ചോദിച്ച് പോകുവാൻ തന്നെ തീരുമാനിച്ചു എന്നാണ്. നമ്മുടെ സമയം അതിക്രമിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞ ഒരു 5 മിനിറ്റ് കൂടുതലായി. നമുക്കിവിടെ ഉപസംഹരിക്കാം. കാരണം ഇനി അങ്ങോട്ട് പോയാലും നമുക്കൊരു നിർത്തില്ല. ഇതിങ്ങനെ നീണ്ടുപോകുന്ന ഒരു അധ്യായമാണ്. എങ്കിലും ഭാഗവതത്തിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറെ ഉപദേശങ്ങളും പാഠങ്ങളും നൽകാൻ ഈ ഭാഗവത ഹൃദയം നമുക്ക് എപ്പോഴും ഉപകാരപ്രദമായിരിക്കും. ഈ ശ്ലോകങ്ങളും ആശയങ്ങളും ഉള്ളിൽ കരുതി ജീവിതത്തെ കുറച്ചെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റുന്ന വിധത്തിലാക്കി തീർത്താൽ ഭാഗവതത്തോടുള്ള കടപ്പാട് പൂർണ്ണമാകുന്നു. അത് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഉപസംഹരിക്കാം. സംശയങ്ങൾ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് അനന്തലക്ഷ്മിയാണ്. 9ാമത്തെ അധ്യായം പറയാമെന്നേറ്റുന്ന, പക്ഷെ എന്തോ വീട്ടിൽ ചില അത്യാവശ്യ കാരണങ്ങൾ ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ല. അടുത്ത ക്ലാസ്സിൽ പറഞ്ഞോളാം എന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്ക് 9ാം അധ്യായത്തിന് സംഗ്രഹം അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കാം. ഇന്ന് സംശയമുള്ളവർക്ക് ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക്